കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ വയനാട് കല്ലൂരിൽ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുകയാണ്. നാട്ടുകാർ ദേശീയപാത ഉപരോധിക്കുന്നു. മന്ത്രി OR കേളുവിന് നേരെയും പ്രതിഷേധം ഉണ്ടാവുന്നു. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വേറൊന്നും ഞാൻ പറയുന്നില്ല. ഒന്നാമത് മരിച്ചു കിടക്കണം സാറേ, നമുക്ക് അതേ പ്രധാനം, മറ്റുള്ളത് പ്രധാനമല്ല. ആ വ്യക്തിക്ക് 50 ലക്ഷം അതൊക്കെ നമുക്കറിയാം. ഇത്രയും നാളും ചെയ്തിരിക്കുന്നത് 50 ലക്ഷം രൂപ കുടുംബത്തിൽ സാറെ കൊടുക്കണം. എന്തായാലും കൊടുത്താൽ പറ്റുള്ളൂ. പിന്നെ ജോലി പാർട്ടി മീറ്റിംഗ് ആണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും. അവരെല്ലാരും കൂടി ഓൾ പാർട്ടി മീറ്റിംഗ് അല്ലേ വിളിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് ഒന്നും പറയുന്നില്ല. എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ എല്ലാവരും കൂടി ചർച്ച ചെയ്യും. ചർച്ചയിൽ പൊതു തീരുമാനമുണ്ട്. ആ പൊതു തീരുമാനം പറയും. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ശരിയല്ല. അതല്ലെങ്കിൽ രണ്ടു വാക്ക് സാറ് നമുക്ക് വേണ്ടി തീരുമാനം ഉണ്ടായതാണ്. രണ്ടുപേര് നിങ്ങൾ 2 പ്രതിനിധികള് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു വനിതാ പ്രതിനിധി 2 തിരിച്ചു വരും കേട്ടോ. ചർച്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരും. എപ്പോഴും നോക്കും വരും തീരുമാനം. വിവരങ്ങളുമായി ജൈനസ് രാജു കമൽ ചേരുന്നു. കമൽ, എന്താണ് പ്രതിഷേധത്തിന് ഇപ്പോൾ പൊടുന്നനെ ഒരു കാരണം ഉണ്ടായിരിക്കുന്നത്? മന്ത്രി ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നോ? മന്ത്രിയോട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടത്? മോത്തി, മന്ത്രി നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. കാട്ടാനാക്രമണത്തിൽ മരണമടഞ്ഞ മാറോട് രാജുവിൻ്റെ വീട് സന്ദർശിച്ച ശേഷമാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത്. അപ്പോഴാണ് മന്ത്രിയോട് ആളുകൾ ഇത്തരത്തിൽ സംസാരിച്ചത്. ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണത്തിലേക്കാണ്. നഷ്ടപരിഹാരം എത്ര പെട്ടെന്ന് വേഗത്തിൽ കൊടുക്കാൻ പറ്റും, അതുപോലെ ഈ ആശ്രിതർക്ക് നിയമം വേണം, ജോലി വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ 2 കാര്യങ്ങൾ എത്ര പെട്ടെന്ന് തീരുമാനിക്കാൻ ചർച്ച ചെയ്തിട്ട് പറയാം. ചർച്ച ചെയ്തിട്ട് നിങ്ങൾ കാണാം. എന്തായാലും ചർച്ച ചെയ്തിട്ട് നിങ്ങൾ കാണാം. അതിന് ശരി. അതിന് ചർച്ച ചെയ്തതിന് മുമ്പിൽ പിന്നെ മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളങ്ങനെ ഏകപക്ഷീയമായി പറയുകയും ചെയ്യും. ഓൾ പാർട്ടി എന്ന് പറഞ്ഞാൽ ഓൾ പാർട്ടി സർവകക്ഷി പ്രതിനിധികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തീരുമാനം പറയാമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. മന്ത്രി ഈ രാജുവിൻ്റെ വീട് സന്ദർശിച്ചു. കോഴിക്കോട് നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ മൃതദേഹം അല്പസമയത്തിനകം ഈ കല്ലൂർ ജംഗ്ഷനിലേക്ക് എത്തുന്നുണ്ട്. അതിന് മുൻപ് തന്നെ ആളുകൾ പ്രതിഷേധവുമായി ദേശീയപാത ഉപരോധിക്കുകയാണ്. ഞായറാഴ്ച രാത്രിയാണ് രാജു കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ മാറോട് ഭാഗത്ത് തന്നെ രാജുവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഏതാണ്ട് മാസങ്ങളായി കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കിടക്കുകയാണ്. ആ പ്രദേശത്ത് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് ഒരു സ്ഥിരം സംഭവമാണ്. അതുകൊണ്ടാണ് ആളുകൾ ഇത്രയും പ്രതിഷേധവുമായി എത്തിയത്. ഈ പ്രതിഷേധിക്കുന്നവരിലേറെയും ആ പ്രദേശത്തുള്ള സാധാരണ ജനങ്ങളാണ്. MLAയും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവരൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങൾ നേരിട്ടാണ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 1 മണിക്കൂറായി കോഴിക്കോട് മൈസൂർ ദേശീയപാതയിൽ ഗതാഗതമടക്കം സ്തംഭിച്ചിരിക്കുകയാണ് ഉപരോധത്തെ തുടർന്ന്. മോത്തി. ശരി കമൽ.